നമസ്കാരം. കടലിൽ അമേരിക്കയുടെ വൻ തന്ത്രം പുറത്തായിരിക്കുകയാണ്. ലോകത്തെ ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് US നാവികസേനയുടെ രഹസ്യ ഡ്രോൺ മാന്താരെ കണ്ടെത്തിയിരിക്കുകയാണ്. കാലിഫോർണിയയിലെ പോർട്ട് ഹ്യൂനം നാവിക താവളത്തിൽ ഗൂഗിൾ മാപ്പിൽ മാന്താരെ എന്ന് വിളിക്കപ്പെടുന്ന US നേവി അണ്ടർ സീ ഡ്രോൺ കണ്ടെത്തിയത് വലിയ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷകർ നോക്കിക്കാണുന്നത്. ദീർഘദൂര അണ്ടർ വാട്ടർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള US നേവി സംരംഭത്തിന്റെ ഭാഗമായി നോർത്ത്രോപ്പ് ഗ്രൂമാൻ വികസിപ്പിച്ചെടുത്ത ഒരു സ്വയംഭരണ അണ്ടർ വാട്ടർ വെഹിക്കിളാണ് മാന്താരെ. മാന്താരെ പ്രോട്ടോടൈപ്പ് ദീർഘനാളത്തെ കടലിനടിയിലെ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒന്നാണ്. കൂടാതെ മാന്താരെ ഒരു മത്സ്യത്തിന്റെ ശരീരത്തോട് സാമ്യമുള്ള മിനുസമാർന്ന രൂപകൽപ്പനയുമാണ്. ലോ പവർ മോഡിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിന് വെള്ളത്തിനടിയിൽ നങ്കൂരമിടാൻ കഴിയും. വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഡ്രോൺ കാര്യക്ഷമവും ബുയൻസി ഡ്രൈവ് ഗ്ലൈഡിംഗ് ഉപയോഗിക്കുന്നുമുണ്ട്. മാന്താരയുടെ ചിത്രം ഓൺലൈനിൽ ചോർന്നതിന് ശേഷം അത് ഉടൻ തന്നെ ഗൂഗിൾ മാപ്പിൽ നിന്ന് നീക്കം ചെയ്യുകയും പകരം എഡിറ്റ് ചെയ്ത ബോട്ടുകൾ എന്ന് തോന്നിപ്പിക്കുന്നവ വരികയും ചെയ്തു. സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ഡ്രോൺ പെട്ടെന്ന് അപ്രത്യക്ഷമായത് വലിയ ആകാംക്ഷയും ഊഹാപോഹങ്ങളും നിരത്തുകയാണ്. മാന്താരയുടെ നൂതന സാങ്കേതിക വിദ്യയും തന്ത്രപരമായ പ്രത്യാഘാതങ്ങളും കാര്യമായ ശ്രദ്ധ ആകർഷിച്ചു എന്നത് അടിവരയിട്ട് പറയണം. ഇതിന്റെ മോഡുലാർ ഡിസൈൻ സാധാരണ ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ ഡിസ്അസംബ്ലിംഗ് ചെയ്യാനും ഗതാഗതം സാധ്യമാക്കാനും അനുവദിക്കുന്നു. ഇത് വിന്യാസത്തിന് വഴക്കം നൽകുന്നു. മാന്താരെ വളരെ ക്ലാസിഫൈഡ് ആയ ഒരു പ്രൊജക്റ്റാണ്. അതിന്റെ കഴിവുകളെയും ഉപയോഗങ്ങളെയും കുറിച്ചുള്ള പ്രത്യേക വിശദാംശങ്ങൾ പൊതുവായി ലഭ്യമായേക്കില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഗൂഗിൾ മാപ്പിൽ നിന്ന് ഇത് നീക്കം ചെയ്തതിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. മാന്താരയ്ക്ക് ധാരാളം വിപുലമായ സവിശേഷതകളുമുണ്ട്. ഇന്ധനം നിറയ്ക്കാതെ തന്നെ വളരെ നേരം കടൽ തീരത്ത് ഹൈബർനേറ്റ് ചെയ്യാൻ കഴിയുന്ന അണ്ടർ വാട്ടർ ഡ്രോൺ ആണിതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വൈവിധ്യമാർന്ന നേവൽ മിഷൻ സെറ്റുകൾ പ്രാപ്തമാക്കുന്നതിന് ഒന്നിലധികം വലുപ്പത്തിലും തരത്തിലുമുള്ള നിരവധി പേലോഡ് ബേകൾ ഉപയോഗിച്ചാണ് ക്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 3 മാസത്തിലേറെയായി സദേൺ കാലിഫോർണിയയിൽ നിന്ന് US നേവി മാന്താരയെ പരീക്ഷിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ ചൈനീസ് അന്തർവാഹിനി പ്രവർത്തനങ്ങളെ ചെറുക്കാനാണ് ഡ്രോൺ സാങ്കേതികവിദ്യ ലക്ഷ്യമിടുന്നത് എന്ന് പ്രതിരോധ നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട്. ഇത് വളരെ പ്രാധാന്യത്തോടെ വേണം മനസ്സിലാക്കാൻ. നൂതന ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഈ രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കഴിവുകളോടുള്ള പ്രതികരണമാണെന്ന് പ്രതിരോധ വിശകലന വിദഗ്ധർ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് റഷ്യ അതിന്റെ അണ്ടർ വാട്ടർ ഡ്രോണുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ അത്തരം 3 ഡസനോളം കപ്പലുകൾ ഏറ്റെടുക്കാനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചു. അവരുടെ ഡ്രോണുകൾക്ക് ഏകദേശം 6200 മൈൽ പരിധിയുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിച്ച് സായുധമാക്കാനും 100 നോട്ട് വരെ വേഗത കൈവരിക്കാനും കഴിയും. എന്തായാലും മാന്താരെ എന്ന് വിളിക്കപ്പെടുന്ന നിഗൂഢവും സങ്കീർണവുമായ ആളില്ല അണ്ടർ വാട്ടർ വെഹിക്കിൾ നിസ്സാരനല്ല എന്നത് ഉറപ്പാണ്. മാന്താരയെ വേറിട്ട് നിർത്തുന്ന സവിശേഷതകൾ എന്താണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ മാന്താരയുടെ മോഡുലാർ ഡിസൈൻ അതിന്റെ മികച്ച സവിശേഷതകളിൽ ഒന്നാണ്. ഇത് സാധാരണ ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ വേർപെടുത്താനും കൊണ്ടുപോകാനും അനുവദിക്കുന്നു. ഇത് സമർപ്പിത തുറമുഖ സൗകര്യങ്ങളുടെ ആവശ്യകത ഇല്ലാതാക്കുകയും വിവിധ ആഗോള സ്ഥലങ്ങളിലേക്ക് ദ്രുതഗതിയിലുള്ള വിന്യാസം സാധ്യമാക്കുകയും ചെയ്യുന്നു. 2024 തുടക്കത്തിൽ തെക്കൻ കാലിഫോർണിയ തീരത്ത് നടത്തിയ പൂർണ്ണ തോതിലുള്ള ഇൻവാട്ടർ ടെസ്റ്റിംഗ് മാന്താരയുടെ ഹൈഡ്രോ ഡൈനാമിക് പ്രകടനം തുറന്നു കാട്ടിയിരുന്നു. ഒരിക്കൽ വിന്യസിച്ചു കഴിഞ്ഞാൽ വാഹനം വെള്ളത്തിലൂടെ നീങ്ങാൻ കാര്യക്ഷമമായ ബുയൻസി ഡ്രൈവ് ഗ്ലൈഡിംഗ് ഉപയോഗിക്കുന്നതാണ് വലിയ സവിശേഷത. അതേപോലെ തന്നെ വിവിധ സമുദ്രാന്തരീക്ഷങ്ങളിൽ ഡ്രോണിന്റെ പ്രവർത്തന സന്നദ്ധതയും ഫലപ്രാപ്തിയും ഉറപ്പാക്കുന്നതിന് കർശനമായ പരീക്ഷണ ഘട്ടവും നിർണായകമാണ്. ചലനാത്മകമായ സമുദ്ര പരിതസ്ഥിതികളിൽ സ്ഥിരമായ പ്രവർത്തനങ്ങൾക്ക് തയ്യാറുള്ള ദീർഘദൂര പേലോഡ് ശേഷിയുള്ള UUVകളുടെ ഒരു പുതിയ ക്ലാസ് വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മൾട്ടി ഫേസ് ശ്രമം തന്നെയാണ് മാന്താരെ പ്രോഗ്രാം. ഈ സാങ്കേതിക വിദ്യ കൂടുതൽ പരീക്ഷിക്കുന്നതിനും പരിവർത്തനം ചെയ്യുന്നതിനുമുള്ള അടുത്ത ഘട്ടങ്ങളിൽ US നേവി സജീവമായി ഇടപഴകുകയാണ്. മാന്താരെ പോലെയുള്ള അൺക്രൂഡ് സംവിധാനങ്ങൾ ലോജിസ്റ്റിക് ആവശ്യങ്ങൾ കുറയ്ക്കുകയും നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുകയും നാവികർക്കും ലഭ്യമായ ഫയർ പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും രഹസ്യമായി തുടരുമ്പോൾ ലഭ്യമായ വിവരങ്ങൾ നാവിക യുദ്ധത്തിലും തന്ത്രപ്രധാനമായ സൈനിക പ്രവർത്തനങ്ങളിലും വലിയ സാധ്യതയാണ് ഉയർത്തിക്കാട്ടുന്നത്.